ജീവിതത്തിൽ ദൈവം നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി മനുഷ്യൻ തന്നെ തകർത്തുവെന്ന് വരാം. സാത്താനാകുന്ന ശത്രുവിൻ്റെ ഭീകരാക്രമണം വേലിയെ തകർക്കാം. യഹൂദയിൽ തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും ബന്ധം തകർന്നും കിടക്കുന്നത് കണ്ടപ്പോൾ നെഹമ്യാവിൻ്റെ മുഖം വാടി. നെഹമ്യാവ് രാജസന്നിധിയിൽ ചെന്നു രാജാവിനോട് തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള നാട്ടിലേക്ക് തകർന്ന മതിലുകൾ പണിയുന്നതിനായി തന്നെ വിട്ടയക്കുന്നതിനായി അനുവാദം ചോദിച്ചു. രാജാവ് അതിനനുവദിച്ചു. നെഹമ്യാവ് യെരുശലേമിലെത്തി. യെരുശലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നതും വാതിലുകൾ തീ വച്ച് ചുട്ടിരിക്കുന്നതും കണ്ടപ്പോൾ നെഹമ്യാവ് ജനത്തോട് ഇങ്ങനെ പറഞ്ഞു: യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക. നെഹമ്യാവ് 2:17. നെഹമ്യാവ് ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു: സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുവാൻ നെഹമ്യാവിന് കഴിഞ്ഞത് 4 കാരണങ്ങൾ കൊണ്ടാണ്. 1. ദൈവവിശ്വാസം. നെഹമ്യാവ് ജനത്തോട് വിളിച്ചു പറഞ്ഞു: നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവേൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. നെഹമ്യാവ് 4:20. ജീവിതത്തിൽ പ്രതീക്ഷകളുടെ മതിൽ തകർന്നു പോയാലും അത് പണിയുന്ന ദൈവമുണ്ടെന്നും ആ ദൈവം സകല പ്രതിസന്ധികളിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും നെഹമ്യാവ് ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഇന്ന് നമ്മുടെ വിശ്വാസവും ആശ്രയവും എവിടെയാണ്? ചിലരുടെ ദൈവം മക്കളാണ്, ചിലരുടെ ദൈവം ജീവിത പങ്കാളിയാണ്, ചിലരുടെ ദൈവം സമ്പത്തും പ്രശസ്തിയും മറ്റുമാണ്. ഇവയൊന്നിനും നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവല്ലാതെ വേറെ ഒരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ തകർന്ന മതിലുകൾ പണിയപ്പെടും, അസാധ്യങ്ങൾ സാധ്യമാക്കപ്പെടും. 2. ദൈവഭയം. നെഹമ്യാവ് ജനത്തോട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നു. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? നെഹമ്യാവ് 5:9. ദൈവഭയത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് അവരുടെ അഹങ്കാരമാണ്. എന്ത് കണ്ടിട്ടാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് എന്നറിയില്ല. മാവ് പൂത്തു നിൽക്കുമ്പോൾ മാവിന് അഹങ്കാരമുണ്ടാകാം, എന്നാൽ എല്ലാ മാമ്പൂവിൽ നിന്നും മാങ്ങ ഉണ്ടാകണമെന്നില്ല. അഹങ്കാരികളുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. സദൃശവാക്യങ്ങൾ 15:25. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. 50-ാം സങ്കീർത്തനം 22-ാമത് വചനം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10:12. 3. വിശുദ്ധീകരണം. അന്യായമായി ഒന്നും സമ്പാദിക്കരുതെന്നും സഹോദരന്മാരോട് പലിശ വാങ്ങി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നെഹമ്യാവ് പറഞ്ഞു. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും വീടുകളും മടക്കിക്കൊടുപ്പീൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പീൻ. നെഹമ്യാവ് 5:11. നാം നമ്മുടെ ബാഹ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും 100% വിശുദ്ധി പാലിക്കണം. നമുക്ക് അർഹതയില്ലാത്ത ഒരു മൊട്ടുസൂചി പോലും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുത്. സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ പാപബോധം ജനിച്ച സക്കായി വിളിച്ചു പറഞ്ഞു: അന്യായമായി സമ്പാദിച്ചതൊക്കെയും ഞാൻ തിരികെ കൊടുക്കും. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യ ആയുസ്സിങ്കൽ അത് അവനെ വിട്ടുപോകും, ഒടുക്കം അവൻ ഭോഷനായിത്തീരും. ഇരമ്യാവ് 17:11.
അന്യായമായി കൈവശം വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആരും അറിയാത്ത രഹസ്യ പാപങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അവയെയും ഉപേക്ഷിക്കണം. അതാണ് ശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4:3. 4. ദൈവത്തെ ആരാധിക്കുക. നെഹമ്യാവിൻ്റെ ഉപദേശങ്ങൾ ജനം കേട്ടു. സർവ്വസഭയും ആമേൻ എന്ന് പറഞ്ഞു. യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു. നെഹമ്യാവ് 5:13. നാം എപ്പോഴാണ് ആരാധനാലയങ്ങളിൽ പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുൻപെങ്കിലും നാം കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ എത്തിക്കുകയില്ലേ? നാമും നമ്മുടെ ഭവനവും ദൈവത്തിന് ഇട്ടിരിക്കുന്ന വില എന്താണ്? യൂദ യേശുവിന് ഒരു വിലയിട്ടു. ജീവിതത്തിൽ യേശുവിനെ വിലയിടിച്ച് കാണിക്കരുത്. ഏത് സാഹചര്യത്തിലും നാം ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് സദാസമയവും ദൈവത്തെ പാടി സ്തുതിച്ചു. നാം ദൈവത്തിന് അർഹമായ വിലയിട്ടാൽ മാത്രമേ ദൈവം നമുക്കും വിലയിടുകയുള്ളൂ. ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഉപേക്ഷ കാണിക്കരുത്. ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്ന് ചാരമായി കിടക്കുകയാണോ? ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. ദൈവ ഭയത്തോടെ നടക്കുക. തന്നെത്താൻ വിശുദ്ധീകരിക്കുക. ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ സ്വർഗം ഇറങ്ങും. ജീവിതത്തിലെ തകർന്ന മതിലുകളെ ദൈവം പണിയും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ഫിലിപ്പിയാലേഖനം 4:19-20 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com